കേരളത്തിൽ മഴ ശക്തമാകുകയാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട മുതൽ വയനാട് ജില്ല വരെയാണ് ഓറഞ്ച് അലർട്ട്. പല ജില്ലകളിലും മഴക്കെടുതി തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സനിസ, ഇനിയും മഴ തുടരുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ തന്നെയാണോ? ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ മുന്നറിയിപ്പ് നൽകുന്നു? തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മഴയുള്ള ദിവസമാണോ? അതേ ജിൽസി, തലസ്ഥാനത്ത് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും അലർട്ടുകളുണ്ട്. ഈ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ബംഗാൾ ഉൾക്കടലിന് മുകളിലായും അതുപോലെ തന്നെ തെക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിലായും ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതും ഇത് ന്യൂനമർദ്ദ പാത്തിയാവുകയും ഈ ന്യൂനമർദ്ദ പാത്തി ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ മലയോര മേഖലയിലുള്ളവർക്കൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് മലയിടിച്ചിലും മണ്ണിടിച്ചൽ പോലുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭയം വേണ്ട, പക്ഷേ ജാഗ്രത ഉണ്ടാവണമെന്ന മുന്നറിയിപ്പാണ് നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ 60 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റടിക്കാനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മഴയും കാറ്റുമൊക്കെ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണം. ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മഴ കനക്കുന്ന ഇത്തരത്തിൽ ന്യൂനമർദ്ദ പാത്തി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിലിനും മണ്ണിടിച്ചിലിനും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. ഇത്തരം സാഹചര്യത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകൾ ഒഴിവാക്കുകയും ഗതാഗതവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ പൊട്ടി വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ, കൂറ്റൻ കല്ലുകളൊക്കെ റോഡുകളിലൊക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സർക്കാർ സംവിധാനങ്ങളും ഒരേപോലെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവാൻ സാധ്യതയുണ്ട്. കടലാക്രമണവും രൂക്ഷമായ ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും നിരോധനമുണ്ട്. ഇത്തരം തീരദേശ വാസികളുമൊക്കെ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ജിൽസി.